നേപ്പാളിലെ ഗാധിമൈ ഉത്സവം എന്നത് പേരു മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗക്കൂട്ടക്കൊലയാണിത്. ഹിന്ദു ദേവതയായ ഗാധിമൈ ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള ദിവ്യബലി എന്നാണ് വെപ്പ്. ഈ കാലത്തും ഇത്തരം കാടത്ത ആചാരങ്ങളോ എന്ന് അത്ഭുതപ്പെടാൻ വരട്ടെ. നേപ്പാളിലെ ഗാധിമൈ മൃഗബലി ഇക്കുറിയും തടയാൻ ഒരു നിയമ സംവിധാനത്തിനും ആയില്ല. നോക്കാം എന്താണ് ഗാധിമൈ മൃഗബലി എന്ന്. മൃഗബലിക്ക് മതങ്ങളോളം തന്നെ ചരിത്രമുണ്ട്. പ്രധാന മതങ്ങളുടെ എല്ലാം ചരിത്രത്തിൽ ചോര പുരണ്ട് കിടപ്പുണ്ട് മൃഗബലിയുടെ രക്താധ്യായങ്ങൾ. ആദ്യം മനുഷ്യനെ ദൈവത്തിന് ബലി നൽകി ദേവപ്രീതി നേടുകയായിരുന്നു രീതി. കാലം മാറുകയും മനുഷ്യന് തിരിച്ചറിവ് ഏറുകയും ചെയ്തതോടെ മനുഷ്യൻ്റെ സ്ഥാനത്ത് മൃഗങ്ങളായി. പിന്നീട് മൃഗങ്ങൾക്ക് പകരം പ്രതീകാത്മകമായി പച്ചക്കറിയായി. പക്ഷേ ഇന്നും ലോകത്തിൻ്റെ പലയിടങ്ങളിലും പല മതങ്ങളുടെ പേരിൽ മൃഗബലി നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ കൊന്നുതള്ളുന്ന മൃഗങ്ങളുടെ എണ്ണപ്പെരുക്കത്തിൽ കുപ്രസിദ്ധി നേടിയതാണ് നേപ്പാളിലെ ഗാധിമൈ ഉത്സവം. ആയിരക്കണക്കിന് മൃഗങ്ങളെ കൂട്ടക്കൊല ചെയ്യുക, നിരത്തി നിർത്തി കൂറ്റൻ വാളുകൊണ്ട് കഴുത്ത് വെട്ടിക്കൊല്ലുക, രക്തപ്പുഴയായി ബലിപീഠം, ആയിരക്കണക്കിന് പോത്തുകളും ആടുകളും മുതൽ വെള്ളരിപ്രാവുകൾ വരെ. മൃഗബലി നിർത്താനുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നിരന്തര പരിശ്രമം ഒരു പരിധിവരെ വിജയിച്ചെങ്കിലും നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരമെന്ന പേരിൽ മൃഗബലി ഇക്കുറിയും നടന്നു. എന്താണ് ഗാധിമൈ ഉത്സവം എന്ന് നോക്കാം. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും ഏകദേശം 160 കിലോമീറ്റർ തെക്ക് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ബാര ജില്ലയിലെ ബെരിയാപൂർ ഗാധിമൈ ക്ഷേത്രത്തിൽ 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവമാണ് ഗാധിമൈ. 5 വർഷത്തെ ഇടവേളയിലാണ് ഈ ഉത്സവമെങ്കിലും നവംബർ അവസാനം തുടങ്ങി ഡിസംബർ ആദ്യവാരമായിട്ടാണ് ഉത്സവം നടക്കുക. ശക്തി ദേവതയായ ഗാധിമയെ പ്രീതിപ്പെടുത്താനായി എരുമ, പന്നി, ആട്, കോഴി തുടങ്ങി വെള്ളരിപ്രാവുകളെ വരെ കൂട്ടത്തോടെ കൊല്ലുകയാണ് പ്രധാനപ്പെട്ട ആചാരം. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗബലിയെന്നും കൂട്ടക്കൊലയെന്നും വിശേഷിപ്പിക്കാം. 2019 നേപ്പാൾ സുപ്രീം കോടതി മൃഗബലി നിരോധിച്ചതാണ്. പക്ഷേ ഇന്നും അത് തുടരുന്നു. കഴിഞ്ഞ ഉത്സവം നടന്നത് 2019 അന്ന് 2.5 ലക്ഷത്തോളം മൃഗങ്ങളെ കൊല്ലപ്പെട്ടെന്നാണ് ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്ക്. ഈ കുറിയും 2024 ഗാധിമൈ ഉത്സവത്തിലും ലക്ഷക്കണക്കിന് മൃഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 1700കളിൽ തുടങ്ങുന്നതാണ് ഇതിൻ്റെ ചരിത്രം. അന്നത്തെ അവിടുത്തെ രാജാവായിരുന്ന ഭഗവാൻ ചൗധരി ഒരു സ്വപ്നം കണ്ടെന്നും ആ സ്വപ്നമാണ് ഉത്സവത്തിന് കാരണം എന്നൊക്കെയാണ് ഐതിഹ്യം. ചൗധരിയുടെ സ്വപ്നത്തിൽ ഗാധിമൈ ദേവി വന്ന് തനിക്ക് രക്തയാഗം നടത്തണമെന്ന് ആവശ്യപ്പെട്ടെന്നാണ്. അതിനെ തുടർന്നാണ് ഉത്സവം തുടങ്ങിയതെന്നുമൊക്കെ പറയുന്നു. എന്തായാലും ഉത്സവം ഇങ്ങനെ മൃഗങ്ങളുടെ എണ്ണം ഓരോ 5 വർഷത്തിനിടയിലും കൂടിക്കൂടി വരികയും ഒക്കെ ചെയ്തു. 2000 ലോകത്താകമാനം ഇത്തരം മൃഗബലിക്കെതിരെയുള്ള വലിയ മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടായി. നേപ്പാൾ ഹൈക്കോടതി തന്നെ ഇതിൽ ഘട്ടം ഘട്ടമായി നിർത്തണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചു. പക്ഷേ മതാചാരമാണ്, അത് തടയാൻ കഴിയില്ല എന്നൊക്കെയാണ് നേപ്പാൾ ഭരണകൂടത്തിൻ്റെ നിലപാട്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം എല്ലാ ഭരണകൂടങ്ങളും ഒളിച്ചോടാൻ പറയുന്ന അതേ ന്യായം തന്നെയാണ് അവരും പറയുന്നത്. മതവികാരം വ്രണപ്പെടുമെന്ന് പറഞ്ഞാൽ മറ്റ് എന്തും തടയുന്നതിൽ നിന്ന് ഏതു സർക്കാരും ഒളിച്ചോടാം. അതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അവിടേക്ക് എത്തുന്ന മൃഗങ്ങളിൽ 80% ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് മൃഗങ്ങളുമായി ഇവിടേക്ക് എത്തുന്നത്. അനധികൃതമായിട്ടാണ് മൃഗങ്ങളെ ഈ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത്. മറ്റൊന്നുകൂടിയുണ്ട് ഇന്ത്യക്ക് ബന്ധം. ഈ ഉത്സവത്തിനെത്തുന്ന ആളുകൾ കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് എന്നതുപോലെ മൃഗങ്ങളിൽ 80% ഇന്ത്യയിൽ നിന്നാണ് എന്നതുപോലെ തന്നെ ഈ മൃഗബലിക്ക് ശേഷം മൃഗങ്ങളുടെ മാംസവും അതിൻ്റെ തുകലും അതിൻ്റെ അസ്ഥിയും അതിൻ്റെ കൊമ്പുകളുമെല്ലാം വാങ്ങിക്കൂട്ടുന്നതും ഇന്ത്യയിലെ വൻകിട കമ്പനികൾ തന്നെയാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിയും 2014 കർശനമായ നിർദ്ദേശം വന്നാണ് ഗൗരി മഖേലി അഥവാ പീപ്പിൾ ഫോർ ആനിമൽസ് ഉത്തരാഖണ്ഡും ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണൽ ഇന്ത്യ ഗ്രൂപ്പും ഒക്കെ നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ. സുപ്രീം കോടതി പറഞ്ഞു ഈ മൃഗബലിയിലേക്ക് അനധികൃതമായി കൊണ്ടുപോകുന്ന മൃഗങ്ങളെ തടയണം എന്നുള്ള നിർദ്ദേശമാണ്, അതിർത്തിയിൽ തടയണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. പക്ഷേ അത്തരം തടയൽ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ പോലീസിനൊപ്പം തന്നെ അവിടെ അതിർത്തി സംരക്ഷണ സേനയ്ക്കുമൊക്കെ ഒപ്പം ഈ മൃഗസംരക്ഷണ കൂട്ടായ്മകളൊക്കെ എത്തുന്നുണ്ട് എങ്കിൽ പോലും കാര്യമായ രീതിയിൽ അത് തടയാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട മൃഗസംരക്ഷണ ഗ്രൂപ്പുകളും ഇതിനെതിരെ നേപ്പാൾ സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇത്തരം സംഘടനകളായ ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ സൊസൈറ്റി ഇന്ത്യ, പീപ്പിൾ ഫോർ ആനിമൽസ്, സ്നേഹാസ് കെയർ, ഫെഡറേഷൻ ഓഫ് ആനിമൽ വെൽഫെയർ ഓഫ് നേപ്പാൾ
അങ്ങനെ വിവിധ സംഘടനകൾ ഈ മൃഗബലി അവസാനിപ്പിക്കാനായി വലിയ ബോധവൽക്കരണ പരിപാടികളാണ് അവർ നടത്തിയത്. അതിർത്തിയിൽ പരിശോധനയ്ക്കും ഇവർ കൂടിയിരുന്നു. ഇത്തവണ മാത്രം ഇന്ത്യ അതിർത്തിയിൽ 700ഓളം മൃഗങ്ങളെയാണ് അവർ ഇങ്ങനെ അനധികൃതമായി കടത്തുന്നത് കണ്ടെത്തി തടഞ്ഞത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട വഴികളിലൂടെയൊന്നുമല്ല ബീഹാറിൽ നിന്ന് നേപ്പാളിലേക്കുള്ള അതിർത്തി. എത്രയോ ഊടുവഴികൾ, ചെറിയ വഴികൾ ഉണ്ട്. നിരന്തരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതുവഴിയൊക്കെ രഹസ്യമായി എത്തിക്കാനുള്ള സംവിധാനമുണ്ട്, അതുവഴിയൊക്കെ എത്തിക്കുന്നുമുണ്ട്. എന്തായാലും ഇതിലെ ഒരു തെറ്റ് ഈ സർക്കാരിന് ബോധ്യപ്പെടുകയും അന്താരാഷ്ട്ര തലത്തിലടക്കം അത്തരമൊരു ഇതിനെ അംഗീകാരം കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുമൊക്കെ ഓർത്താവണം. അവരൊരു സൂത്രപ്പണിയാണ് അവർ കാണിച്ചതെന്ന് ഈ പെറ്റ ഇന്ത്യയിലെ പ്രവർത്തകർ പറയുന്നു. ഈ ബലി നൽകുന്നത് ഒരു സ്ഥലത്താണ്. അവിടെ 200ഓളം പേരാണ് കുറ്റൻ വാളുകളുമായി ഈ പോത്തിനെയൊക്കെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നത്. പ്രാവുകളെയും വെള്ളലികളെ വരെ കൊല്ലുമെന്ന് ആലോചിക്കണം. അങ്ങനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആ സ്ഥലത്ത്, രക്തം ഒഴുകിക്കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ചുറ്റുമുള്ള മതിലിൻ്റെ പൊക്കം ഇത്തവണ വർദ്ധിപ്പിച്ചു. അതിന് ചുറ്റും ആയിരക്കണക്കിന് പോലീസുകാരെ കാവൽ നിർത്തി. 2019 ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആകാശ വഴിയിലൂടെ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് ആയിരക്കണക്കിന് മൃഗങ്ങൾ തലയറ്റ് ചത്ത് മലച്ചു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് ഈ കൂട്ടക്കൊലയുടെ ഭീകരത ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന ഈ ദൃശ്യസാധ്യത ഇക്കുറി പക്ഷേ നേപ്പാൾ സർക്കാർ അടച്ചു എന്നതുകൂടിയാണ്. അപ്പോഴും കൂട്ടക്കൊല നിർത്താൻ കാര്യമായ ഇടപെടലല്ല, കൂട്ടക്കൊല പുറത്ത് അറിയുന്നത് തടയാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഈ പ്രാകൃതമായ ആചാരം നിർത്തേണ്ട കാലം എന്നേ കഴിഞ്ഞു. സഹജീവികളെ കൂട്ടക്കൊല ചെയ്ത് നേടേണ്ടതല്ല ദേവപ്രീതി എന്ന് തിരിച്ചറിയാത്തവർ ഈ പുതിയ കാലത്തുമുണ്ട് എന്നതിന് തെളിവാണ് ഇത്തരം കൂട്ടക്കൊലകൾ ഇപ്പോഴും നടക്കുന്നത്. അതിശക്തമായ ബോധവൽക്കരണവും അതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള നിയമപരമായ ഇടപെടലും കൊണ്ട് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ഇത് ആധുനിക ലോകത്തിനും കാലത്തിനും നാണക്കേടാണ്. ഇങ്ങനെ മൃഗങ്ങളെ കൂട്ടക്കൊല ചെയ്താൽ ദൈവം പ്രീതിപ്പെടുമെന്നും അതിലൂടെ ഐശ്വര്യമുണ്ടാകുമെന്നൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങളുള്ളത്. ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ.